അല്ല ഇപ്പൊ എന്തായി? എന്താ മഴ ഇങ്ങനെ പെയ്യാൻ കാത്തുക്കിണ്ടെന്നൊന്നല്ല. ഇന്നലെ റൺമഴയായിരുന്നു. കാലം തെറ്റി ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ ചിലവരൊക്കെ ഇങ്ങനെ കഴിച്ചിലായി പോകും. അതൊന്നുമില്ല, ഞങ്ങള് തന്ത്രങ്ങൾ ഒന്നാമതാണെന്നുള്ള ഉങ്കിലല്ലേ. ഒന്നാമതായത് എങ്ങനെ 5 കളി കളിച്ചിട്ട് DC ഉള്ള 3 കളി കളിച്ചിട്ട് അതാണ് വ്യത്യാസം. ഞങ്ങള് നല്ല കളി കളിച്ചു, ജയിച്ചു, ഞങ്ങളെ തോൽപ്പിച്ച്. എന്തൊക്കെയായിരുന്നു തള്ള്? സഞ്ജുവിന്റെ മുമ്പില് ഞങ്ങളെ പ്രിൻസ് ഒന്നും അല്ലല്ലോ. അതൊന്നുമില്ല, ക്യാപ്റ്റൻസി വെച്ച് കണ്ടാണ് പറയണ്ടേ. നിങ്ങൾ എന്താ പറഞ്ഞത്? സഞ്ജു വന്നതോടുകൂടി ടീമിന്റെ സ്വഭാവം മാറി അല്ലേ? എന്താ മാറി? നല്ല 10-50 റണ്ണിന് തോറ്റിക്കാണ്. അതായത് ഇപ്പൊ നിങ്ങളെ പ്രിൻസിന്റെ ക്യാപ്റ്റൻസി കൊണ്ട് ജയിച്ചാന്ന് ആ സായി കിഷോറൊക്കെ എന്നും വന്ന് അടിച്ചു. സായി കിഷോറല്ല, സായി സുദർശൻ എന്നും വന്ന് അടിച്ചു. ആ ബട്ട്ലറും വന്ന് അടിച്ചു. അതുകൊണ്ടൊക്കെ കൂടി കണ്ട് ജയിച്ചിലായി പോയി. എല്ലാം അതിപ്പോ എന്നും അതന്നെ സംഭവിക്കും. അല്ലാതെ നിങ്ങളെ പ്രിൻസിന്റെ ഉസാർ കൊണ്ട് കളിച്ചതാ. ബട്ട്ലറൊക്കെ ഞങ്ങളാണ്. വേണ്ടി ഞങ്ങൾ 2-3 കൊല്ലത്താണ് വിട്ടതാ. ആർച്ചറിനൊക്കെ ഇട്ട് എന്തിട്ട് ഒന്നും ഇട്ടിട്ടില്ല. ബേജാറാക്കി ബൗൺസർ ഒക്കെ എറിഞ്ഞ് ഞങ്ങൾ ആ 4 ഓവർ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയില്ല. ബാക്കിയൊക്കെ നല്ല തീ തുപ്പി. അത് മൂപ്പര് ദിവസം കളിച്ചു, അതൊന്നും നോക്കണ്ട. പക്ഷെ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ 200ന്റെ മേലെ സ്കോർ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ എത്തോ ഭാഗ്യത്തിന് നമ്മളെ ഷാരൂഖ് ഖാനൊക്കെ അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാവും. അതൊക്കെ തന്ത്രാണ്. കഴിഞ്ഞ കളിയിൽ ആരും 4ാമത് ഇറക്കിയത് വാഷിംഗ്ടൺ. ഈ കളിയിലാ അതൊക്കെ തന്ത്രല്ലേ. ഓരോ ടീമിന്റെ സ്വഭാവം അനുസരിച്ച് കളിക്കാരിങ്ങനെ മാറ്റും. അതൊക്കെ നെഹ്റയും പ്രിൻസും കൂടിയാണ് തീരുമാനിക്കും. നിങ്ങൾ ദ്രാവിഡും സഞ്ജുക്ക് എത്തി ഒരു കാര്യമില്ല. വെറുതെ ഓപ്ഷൻ മുതൽ തുടങ്ങിയതാണ് നിങ്ങളുടെ ടീമിൽ. എന്നിട്ട് കഴിഞ്ഞ കളിയിൽ ഒന്ന് ജയിച്ചപ്പോ ഞങ്ങളെ സഞ്ജു വന്നു ജയിച്ച് എന്തൊക്കെയായിരുന്നു അതൊന്നുമില്ല. ഒരു കട്ടപ്പന ഈ കളിയില് പണ്ടത്തെ പോലെ തന്നെ ആയില്ലേ നിങ്ങൾ ജയിച്ചു. ഞാൻ ചോദിച്ചട്ടെ, നിങ്ങൾക്കിപ്പോ ആ പ്രസിദ്ധ കൃഷ്ണി മറ്റേ കിഷോറും ആ സിറാജും മര്യാദക്കാണ്ട് വരണോണ്ട് നിങ്ങൾ കഴിച്ചിലാവും. മറ്റേ അബ്ബനും അടിച്ചും. അപ്പൊ എല്ലാം നിങ്ങൾ പ്രിൻസിന്റെ ഉസാറുകൊണ്ട് അല്ലാന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞേ? സഞ്ജുവിന്റെ മുമ്പില് പ്രിൻസ് ഒന്നുമല്ല ക്യാപ്റ്റൻസിയില്. ബൗളേഴ്സിനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ബാറ്റ്സ്മാൻമാരുടെ സ്വഭാവം വെച്ച് നന്നായി ഫോമിൽ നിൽക്കണം. കളിക്കാരെ മുമ്പിൽ മമ്മൂട്ടി കളിച്ചാൽ നിങ്ങൾക്ക് ആകെ ഒരു ആർച്ചറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ ഇട്ട് അലക്കി വിട്ട് അടിച്ച് മിന്നി. എന്തിനാ നിങ്ങളെ ദേശ്പാണ്ഡെക്കെ അല്ലേ നിങ്ങളുടെ ടീമിലുള്ള? അപ്പൊ പ്രസിദ്ധ കൃഷ്ണൊക്കെ പണ്ട് എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധ കൃഷ്ണ എന്ത് ബോളിംഗ്, അതൊക്കെ പ്രിൻസ് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് പ്രസിദ്ധ കൃഷ്ണ ഉഷാറായത്. പ്രിൻസിന്റെ തന്ത്രങ്ങൾ എന്ത് ബോളിംഗ് ആണ്. അതൊക്കെ അങ്ങനെ പറയാൻ പാടില്ല, അതൊന്നും പറയാൻ പാടില്ല. എന്ത് തട്ടിയാണ് എന്തോ അവിടുത്തെ ക്യാപ്റ്റനും അവിടുത്തെ ടീംമേറ്റ്സ് ഒക്കെ. അതാണ് ടീംമേറ്റ്സിന്റെയും ക്യാപ്റ്റന്റെയും സ്വഭാവം അനുസരിച്ചിരിക്കും. അല്ലാതെ ബൗളറുടെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടൊന്നല്ല. രക്ഷപ്പെട്ടൊന്നല്ല. നിങ്ങളെ സഞ്ജുവിനെ കാട്ടി എത്രയോ മുകളിലാണ് ഞങ്ങളെ പ്രിൻസ്.